കടലാസ് പൂക്കളുമുള്ള മഴനീർത്തുള്ളികൾ തലേദിവസത്തെ ആ കുഞ്ഞു മഴയുണ്ടല്ലോ അതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇന്നലെ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറി. അതിൻ്റെയാന്ന് തോന്നുന്നു ഇന്ന് ഇത്രമാത്രം മഞ്ഞുണ്ടായിരുന്നത്. മഴയുള്ള ദിവസങ്ങൾ കാലത്ത് എണീക്കുമ്പോൾ നമ്മുടെ ചുറ്റുള്ള കാഴ്ച ഇതുപോലെ മൂക്കോട് മൂക്കും കൂട്ടിയാൽ കാണാത്ത മഞ്ഞാണ് കേട്ടോ. അപ്പൊ നല്ല തണുപ്പുണ്ടാവും. എന്നാ പിന്നെ നല്ല ചൂടോടെ നമുക്ക് കുറച്ച് പുട്ടും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ. ഇവിടെ പൊതുവായിട്ട് ഈ പഴമാണ് നമ്മളെല്ലാവരും കഴിക്കാറുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് എരിവിനോടാണ് കൂടുതൽ താല്പര്യം. പുട്ടും മുട്ടക്കറിയും, പുട്ടും ചിക്കനും, പുട്ടും മീനും. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് സ്ഥലം കളഞ്ഞിരിക്കുന്നതായിരുന്ന ഒരു സംഭവമാണ് ഈ ചിപ്പിക്കൂൺ എന്ന് പറയുന്നത്. മറ്റു കൂണുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തവും കുറച്ച് ഭാവമാറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവനെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് ഇവനൊന്ന് തയ്യാറാക്കി എടുത്താലോ. നമ്മളെ നാടൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ചെക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും പിന്നെ നമ്മുടെ ഉള്ളിയാണ് ഇന്നത്തെ താരം കേട്ടോ. കുഞ്ഞുള്ളി കുനുകുന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ സാധാരണ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലൊരു മണം വരില്ലേ ആ ഉള്ളി മൂത്ത മണം. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ കൂണും അതോടൊപ്പം നമ്മുടെ സ്ഥലം കളഞ്ഞിരിക്കുന്നായിരുന്ന കുറച്ച് കാടമുട്ടക്കുട്ടന്മാരുണ്ടായിരുന്നു. ആഹാ നല്ല പ്രാസല്ലേ. അവന്മാരെയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂട് പുട്ടിൻ്റെ ഒപ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറേ. അത് കഴിഞ്ഞതാ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ പോയി. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു പാൽ സർബത്തും കുടിച്ചു. ഇതൊക്കെ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ.